ഒരു രക്ഷകൻ. ഡോക്ടർ കൃഷ്ണകുമാർ ഇതുവരെ ആരും തോൽപ്പിച്ചിട്ടില്ല. പിന്നെ അല്ലേ പീറ നാടത്തിന് ഭ്രാന്തം വേഷം കെട്ടുന്ന നീ. ഡ്യൂട്ടി റൂമിൽ നിന്ന് താക്കോൽ മോഷ്ടിച്ച് രണ്ടിനും തുറന്നു വിട്ട് അല്ലട. ഇതിനകത്ത് നീയൊക്കെ ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഞാനും നോക്കട്ടെ. സെലറത്തേക്ക് ഇത് സാറിന്റെ ഓപ്പറേഷൻ എത്രാമത്തെ ഘട്ടാ? പറയടാ. വിഷമിക്കാതെ പ്രഭേ, മഹാന്മാർക്ക് എപ്പോഴും ഇതേപോലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവരിവിടെ വന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് ഇനി എന്ത് ചെയ്യാനും അയാൾ മടിക്കില്ല. ഞാനാണ് നിങ്ങളെ തുറന്നു വിട്ടതെന്ന് ആർക്കും അറിയില്ല. പോളിനോട് വളരെ ക്രൂരമായാണ് ഡോക്ടർ പെരുമാറിയത്. ഞാൻ പിന്നെ വരാം. നീയാണ് കുറ്റവാളി. അയ്യോ, നീയാണ് കുറ്റവാളി. നാടകത്തിൽ റൗഡി കൃഷ്ണ അഭിനയിച്ച പൂച്ചാക്കൽ റഷീദ്. അതെ. സാറിനും അസുഖത്തിന്റെ ലക്ഷണങ്ങൾ തുടങ്ങിയല്ലേ? അയ്യോ, എനിക്ക് അസുഖമൊന്നുമില്ല. ഞാനിവിടെ പിന്നെ എന്തൊരു കഷ്ടമാണ് ഈശ്വര. നാടകന്മാർക്ക് ഓരോരുത്തർക്കായി ഇങ്ങനെ തുടങ്ങിയ ആദ്യം പ്രഭാകരൻ സാറിന്, പിന്നെ പോൾരാജ് സാറിന്, ഇതേ ഇപ്പൊ എന്റെ പൊന്ന്. എന്താ പേര്? കുഞ്ഞിരാമൻ. കുഞ്ഞിരാമൻ ചേട്ടാ രോഗിയാണോ? അല്ല, പേഷ്യന്റ് ആണോ? അറ്റൻഡറാണ്. ആരായാലും വിരോധമില്ല. പടച്ചോനാണ് സത്യം. എനിക്ക് അസുഖമൊന്നുമില്ല. ഞാൻ പ്രഭാകരനും പോളിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ആദ്യം പോൾ സാറിന് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നീട് പകർന്നതല്ലേ. അതുകൊണ്ട് സാറും സൂക്ഷിക്കണം. ഞാനും ഒരു കലാകാരനായതുകൊണ്ടാണ് പറയുന്നത്. അവരെവിടാ കിടക്കുന്നത്? ആരാ വന്നിരിക്കുന്നു? ഇത് കാണുമ്പോ സൂര്യ നമസ്കാരം എന്ന നാടകത്തിൽ ജയിലിൽ കിടക്കുന്ന ചേട്ടനും അനിയനും അവരെ കാണാൻ വരുന്ന ഫീച്ചർ എഴുതാൻ വരുന്ന പത്രക്കാരൻ ആ രംഗമാണ് എനിക്ക് പോകുന്നു വരുന്നത്. തുടങ്ങിയില്ല സിസ്റ്റർ. അവർക്ക് എപ്പോ ഞാൻ നല്ല അടുത്ത് വേണം. എന്നാ താനങ്ങോട്ട് ചെല്ല് പോ. പ്രഭാകരന് അസുഖം പത്രത്തിൽ കണ്ടിട്ടാണ് ഞാൻ വന്നത്. ഇപ്പൊ നിനക്കും തുടങ്ങിയ അനാവശ്യം പറയരുത്. എന്റെ പൊന്ന് പൂച്ചാക്കലെ, ഞങ്ങൾക്ക് പ്രാന്ത് മണ്ണാങ്കട്ട് ഒന്നുമില്ല. ഇതൊക്കെ ഞങ്ങളൊരു നാടകം കളിച്ചല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ അതിലും വലിയ കുഴപ്പത്തിൽ വന്ന് ചാടിയിരിക്കുക. എന്ത് കുഴപ്പം? ഇങ്ങനെ പോയ നാടക നടന്മാർക്ക് മാത്രമായിട്ടൊരു സ്പെഷ്യൽ വാർഡ് ഇവിടെ തുടങ്ങേണ്ടി വരും. എന്റെ പേടി അതല്ല, ഇവിടുത്തെ ചില അറ്റൻഡേഴ്സിനെ തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമോന്നാ. ഇളിക്കണ്ട. ഏതായാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അസുഖം വരില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതെന്താ? തലച്ചോറില്ലാത്തവർക്ക് തലച്ചോറിന്റെ അസുഖം എങ്ങനെ വരാനാ? ഇതാണ് സംഭവം. അങ്ങനെ യമുനയെ രക്ഷപ്പെടുത്താമെന്ന് ഞങ്ങൾ അവസാനം ട്രാപ്പിലായി. യമുനയ്ക്ക് വേണ്ടി ആ ഡോക്ടർ ഞങ്ങളെ കൊല്ലാൻ പോലും മടിക്കില്ല. അയ്യോ, എന്നാ പിന്നെ എങ്ങനെയെങ്കിലും അയാളെ കണ്ണുവെട്ടിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഞങ്ങൾക്ക് മാത്രം രക്ഷപ്പെട്ടാ മതി എന്നുണ്ടായിരുന്നെങ്കിൽ ബീനെ വിചാരിച്ചാ പോരെ. ഇപ്പൊ അതുപോലല്ലോ. പിന്നെ യമുനയെ കൂടെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടേ പോകുന്ന ആശാൻ പറയുന്നത്. ഓഹോ, അപ്പൊ അവിടം വരെ എത്തിയോ പ്രഭാകര? ഇങ്ങനെ കുത്തി കുത്തി ഒരു ഐഡിയ കൊണ്ടുവന്നിട്ടില്ല അവസാനം ഈ ഗതിയിലായത്. പറയുന്നത് ഇവിടുന്ന് രക്ഷപ്പെടാൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നിനക്കത് ചെയ്യാൻ പറ്റും? തീർച്ചയായും. ഇങ്ങൊന്നേ. ഞാൻ ഏറ്റു. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല ഉഗ്രൻ ഐഡിയ. എന്ത്? എന്താ ഞാൻ കേട്ടില്ല, പറഞ്ഞുതരൂ. ആ കുത്തിക്ക് വിളിക്കാം. വാ. ഹലോ, ഞാൻ അച്ഛനാ. അമ്മയ്ക്ക് വേദന വളരെ കൂടുതലാ. ഞാൻ എന്താ ചെയ്യണ്ടേ? ഡോക്ടർ ശ്രീരാജിനെ വിളിക്കാമായിരുന്നില്ലേ? വിളിച്ചു. ഡോക്ടർ അവിടെ ഇല്ല. എങ്കിൽ അച്ഛൻ വേഗം അമ്മയെ മെഡിക്കൽ ഹോമിലേക്ക് കൊണ്ടുവരൂ. ഞാൻ അങ്ങോട്ട് വരാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. വരൂ. എനി പ്രോബ്ലം ഡോക്ടർ? രണ്ടാമത്തെ കിഡ്നിയും വളരെ വീക്കായിരിക്കാണ്. ഡയാലിസിസ് ചെയ്താലും പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഒരു കിഡ്നി ഡോണറെ ഉടനെ കണ്ടുപിടിക്കുന്നതാവും നല്ലത്. ശ്രമിക്കാം ഡോക്ടർ. AB നെഗറ്റീവാണ് ബ്ലഡ് ഗ്രൂപ്പ്. റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത് നന്നായിരിക്കും. കൊടുക്കാം ഡോക്ടർ. താമസിക്കും തോറും അപകടം കൂടുകയാണ്.
സിസ്റ്റർ. ആ ലീലാമേ, ആ സെല്ലി പിടിച്ചിട്ടിരിക്കുന്ന പ്രശാന്ത് ഇല്ലേ, അതായത് ആ നാടകക്കാരൻ പ്രഭാകരൻ. ആ, അയാളുടെ ടെമ്പറേച്ചറും ബി പി ഒന്ന് പരിശോധിക്കണം, വേഗം വേണം. എനിക്ക് പനിയൊന്നുമില്ലോ, പിന്നെന്തിനാ ഈ കുന്തം വായിലേക്ക് വെക്കുന്നത്? ടെമ്പറേച്ചറും ബി പിയും റെക്കോർഡ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടാ. ആ, അല്ല, എന്റെ നോക്കണ്ടേ? ആവശ്യം വരുമ്പോ നോക്കിക്കൊള്ളാം. ആ, എടാ, എനിക്ക് ഭ്രാന്തില്ലെന്നും നമ്മൾ രണ്ട് നാടകക്കാരാണെന്നും യമുനയെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനകത്ത് കിടക്കുന്നതെന്നൊക്കെ ഡോക്ടർക്ക് അറിയില്ലേ? കറക്റ്റ്. പിന്നെ എന്തിനാണ് അതൊക്കെ നോക്കുന്നത്? മൊത്തത്തിൽ ഇവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണക്കുന്നുണ്ട്. മെഡിക്കൽ ഹോം അല്ലേ? ആ, ഞാൻ ഡോക്ടർ കൃഷ്ണകുമാറാ. ഡോക്ടർ ശ്രീരാജനൊന്ന് കണക്ട് ചെയ്യൂ പ്ലീസ്. ആ, ഗുഡ് മോർണിംഗ് ഡോക്ടർ. അതെ, ശരിയായി, അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ടി വന്നില്ല. അതെ, കിഡ്നി സംഭാവന ചെയ്യാൻ ഒരാൾ സമ്മതിച്ചിട്ടുണ്ട്. അല്ലല്ല, അതെന്റെ ഇവിടുത്തെ ഒരു പേഷ്യന്റാ. പോളെ, എന്താ എന്താ മീനെ? എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. പ്രഭാകരനെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പോവാ. എന്തിനാ? എനിക്കറിയില്ല. അവര് വരുന്നു, ഞാൻ പോട്ടെ. കണ്ണുകൊണ്ടൂടെ? ഞാൻ മെഡിസിൻ റീചാർജ് ചെയ്ത് കൊണ്ടുവരാം. ഏത് മെഡിസിനാ? പെൻഡത്താൽ. എന്താ എന്താ കാര്യം? ഒന്ന് വേഗം കൊണ്ടുപോടും. വണ്ടിയെടുക്കും. അയാളെ എവിടെ കൊണ്ടുപോകുന്നതാ സിസ്റ്റർ? സിസ്റ്റർ എന്തിനാ അതൊക്കെ അറിയുന്നത്? സിസ്റ്ററിന് ഫീമെയിൽ വാർഡിനല്ലേ ഡ്യൂട്ടി? അങ്ങോട്ട് പോയിക്കോളൂ. ഇങ്ങോട്ട് വേണം, അങ്ങോട്ട് പോവാ. അറിയിക്കോട്ടെ, ഇതെന്താ മെന്റൽ ഹോസ്പിറ്റലോ അതോ ജയിലോ? അസുഖമില്ലാത്തവരൊക്കെ പിടിച്ച് സെല്ലിൽ അടയ്ക്കാൻ. വേഗം എടുക്കണം. വേഗം തുറക്കാൻ. ഇറക്കൊണ്ടുവരും. പോയി സെല്ല് കാണിച്ചു കൊടുക്കണം. അറിയില്ല, ബോധം കെടുത്തി എങ്ങോട്ട് കൊണ്ടുപോയി? എവിടെയാന്ന് അറിയില്ലേ? ഇല്ല, ആ ഉണ്ടക്കണ്ണി നേഴ്സിനെ അറിയാം. പ്രഭാകരൻ എവിടെ കൊണ്ടുപോയിരിക്കുന്നു? മെഡിക്കൽ ഹോമിൽ.
പ്രഭയുടെ ജീവൻ രക്ഷിച്ചതിന് നന്ദി പറയേണ്ടത് ബീനയോടാണ്. പ്രഭയെ ബോധം കെടുത്താൻ ഞാൻ ചാർജ് ചെയ്ത് കൊടുത്തത് പെൻഡോത്താളിന് പകരം ഡൈസിപ്പാമായിരുന്നു. അതാ വേഗം ബോധം തെളിഞ്ഞത്. കഴിഞ്ഞ എല്ലാം മറന്ന് നിങ്ങൾ വിശ്വകലയുമായി സഹകരിക്കണം. ഒരു പ്രശ്നം വരുമ്പോ നമ്മളൊക്കെ ഒന്നാണെന്ന് മനസ്സിലായില്ലേ? കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ ചെയ്ത ഉപകാരത്തിന് ഞാൻ എന്ത് തന്നാലും മതിയാവില്ലെന്ന് എനിക്കറിയാം. അതൊന്നും സാരമില്ല. അമ്മച്ചി തരുന്ന എമൗണ്ട് എത്ര കൂടിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. സന്തോഷത്തോടെ ഞങ്ങൾ അത് വാങ്ങിക്കും. ഏയ് അമ്മച്ചി, ഞങ്ങക്ക് പൈസ ഒന്നും വേണ്ട, അമ്മച്ചിയുടെ അനുഗ്രഹം മാത്രം മതി. ഈ ഡീസന്റ് ഷൈനിങ്ങിന്റെ പിന്നിലുള്ള കളി എന്താണെന്ന് ആർക്കും ഇപ്പൊ മനസ്സിലാവില്ല. കാലം തെളിയിക്കും. പോളെ വേണ്ട വേണ്ട പേടിക്കണ്ട, കർത്താവിന്റെ കൃപ കൊണ്ട് എല്ലാം മംഗളമായിട്ട് വരും.